സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യം നിന്നെ വേട്ടയാടുന്നുണ്ടാകാം. നീ കേൾക്കൂ, നിന്റെ കണ്ണുനീരിന്റെ ഓരോ തുള്ളിയും ഞാൻ എണ്ണുന്നുണ്ട്. ഈ ലോകം നിന്നെ വഞ്ചകനായി കാണുമ്പോഴും നിന്റെ ആത്മാവിന്റെ സത്യം എനിക്കറിയാം. നീ ചോദിക്കുന്നു, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും അവർ എന്തുകൊണ്ടെന്നെ ചതിച്ചു എന്ന്. മകനെ, സ്നേഹമെന്നത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള പവിത്രമായ ബന്ധമാണ്. എന്നാൽ പലരും സ്നേഹിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടിയാണ്. അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നിന്നെ ഉപേക്ഷിക്കുന്നു. അത് നിന്റെ കുഴപ്പമല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിന്റെ കുറവാണ്. ഒരു ഉദാഹരണം പറയാം. നീ ഒരു മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചു എന്ന് കരുതുക. അതിലേറ്റവും നല്ല പൂക്കൾ നീ നട്ടുവളർത്തി. പക്ഷേ ആ പൂന്തോട്ടത്തിൽ വരുന്നത് പൂമ്പാറ്റകൾ മാത്രമല്ല, തേൻ കുടിച്ചു കടന്നുപോകുന്ന വണ്ടുകളും വരും. വണ്ട് തേൻ കുടിച്ചുപോയി എന്ന് കരുതി പൂവ് വാടിപ്പോകരുത്. വണ്ടിനു വേണ്ടത് തേൻ മാത്രമായിരുന്നു. പക്ഷേ പൂവിനു വേണ്ടത് ആ പൂവിന്റെ സാമീപ്യമാണ്. നിന്നെ തേടി വരേണ്ട പൂമ്പാറ്റ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. നീ തെറ്റൊന്നും ചെയ്തില്ല, എന്നിട്ടും നിനക്ക് ഈ വേദന ലഭിച്ചു. എന്തുകൊണ്ട്? മകനെ, ചിലപ്പോൾ നിനക്ക് ചേരാത്ത ഒരാളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഞാൻ കണ്ടെത്തിയ വഴിയായിരിക്കും ഈ വേർപിരിവ്. ഒരു കൊച്ചുകുട്ടി തീപ്പെട്ടി പൊതികൊണ്ട് കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പൊള്ളാതിരിക്കാൻ അമ്മ അത് തട്ടിമാറ്റും. കുട്ടി അപ്പോൾ കരയും. അമ്മ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതും. പക്ഷേ അമ്മ ചെയ്യുന്നത് കുഞ്ഞിന്റെ സുരക്ഷയ്ക്കാണ്. നിന്റെ ജീവിതത്തിലും സംഭവിച്ചതാണ്. നിന്റെ ഭാവി തകരാതിരിക്കാൻ നിനക്കർഹമല്ലാത്ത സ്നേഹത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിച്ചു.